ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം, അതായത് 23/11/2024 നടന്ന LGS വേരിയസ് ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, ഈ 4 ജില്ലകളിൽ നടന്ന LGS വേരിയസിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ്. ഓക്കെ, ഇപ്പം കട്ട് ഓഫ് വീഡിയോ അല്ല, നമ്മളൊരു സേഫ് സോൺ മാർക്ക് പറയുന്നുണ്ട്. കട്ട് ഓഫ് വീഡിയോ ആയിട്ട് ആരും ഇത് കണക്കാക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ചോദ്യങ്ങളുടെ നിലവാരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ GKയിൽ എന്നും LGSൻ്റെ ക്വസ്റ്റ്യൻ പോലെ 80 GKയും 20 മാത്സുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 80 GKയിൽ നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മീൻസ് നല്ല കട്ടിയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ആധിപത്യം കുറച്ച് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ സയൻസിൻ്റെ ആധിപത്യം കുറച്ച് കൂടുതലായിരുന്നു. ഒരു 10-15ഓളം സയൻസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അത്രയും തന്നെ കറണ്ട് അഫയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹിസ്റ്ററി പോർഷനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ അത്രയൊന്നും വന്നിട്ടില്ല. പിന്നെ ഭരണഘടനയിലെ ചോദ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളും ആയിരുന്നു. അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ, ആ ഒരു ടഫ്നെസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 50-55 മാർക്ക് ആ ഒരു റേഞ്ച് മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനകത്തുനിന്ന് മൈനസും പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 55 GKയിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. 80-ൽ ഒരു 55 മാർക്ക്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് മാത്സിലോട്ട് 20 ചോദ്യങ്ങളായിരുന്നു. ഒരുവിധം എഴുതാൻ പറ്റുന്നവർക്കെല്ലാം ഏകദേശം ഒരു 16-17 മാർക്കോളം ചെയ്യാൻ പറ്റും. 3 എണ്ണം നമുക്ക് വേണമെങ്കിൽ മാറ്റിക്കളയാം. അതായത് 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം. അത് കുറച്ച് പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ആ ചോദ്യം വേണമെങ്കിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതഗോറസ് ത്രികോണങ്ങളിൽ അല്ലാത്തത് ഏത്? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഒരു 17 എണ്ണത്തോളം നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി നിർത്തിയാലും നമുക്ക് 17 മാർക്ക് അവിടെ കിട്ടും. നമുക്കൊരു 15 മാർക്ക് റൗണ്ട് ചെയ്ത് അവിടെ വെച്ചാൽ തന്നെയും മറ്റിടത്തുനിന്ന് 55 GKയും ഇവിടെ ഒരു 15 മാത്സ്, അപ്പം തന്നെ 55, 65, 70. അപ്പോൾ ഈ 70 മാർക്ക് നമുക്കൊരു സേഫായിട്ട് വേണമെങ്കിൽ പറയാം. ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറം, കണ്ണൂരൊക്കെ ആണെങ്കിൽ ഒരു 70-ൽ പുറത്ത്, മീൻസ് കുറച്ചുകൂടെ മാർക്ക്, ഒരു 2-3 മാർക്ക് കൂടെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ പത്തനംതിട്ട, ഇടുക്കി, അപ്പോൾ ഈ 2 ജില്ലയിലും ഒരു 70-ലും കുറച്ച് താഴെയായാലും വലിയ പ്രശ്നമില്ലാത്ത സേഫ് ആണെന്ന് നമുക്ക് പറയാം. അതായത് 70-ൽ നിന്ന് ഒരു 2 മാർക്ക് കുറച്ചും 70-ൽ 2 മാർക്ക് കൂട്ടിയുമാണ് നമ്മൾ മലപ്പുറം, കണ്ണൂർ 70-ൽ 2 മാർക്ക് കൂട്ടിയും പത്തനംതിട്ട, ഇടുക്കി ഒരു 2 മാർക്ക് കുറച്ച്. അപ്പോൾ നമുക്കൊരു 68-ഉം ഒരു 72-ഉം ആ ഒരു റേഞ്ചിൽ കിട്ടിയ ആൾക്കാരൊക്കെ ഏകദേശം സേഫാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നിൽക്കുന്ന ലിസ്റ്റിൽ എത്രത്തോളം കട്ട് ഓഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓപ്പൺ കോമ്പറ്റീഷനിൽ എത്ര അഡ്വൈസ് പോയി, ടോട്ടൽ എത്ര ആൾക്കാർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് നോക്കി പോകാം. അപ്പം പത്തനംതിട്ടയിൽ കട്ട് ഓഫ് 66.33 ആയിരുന്നു. അവിടെ മെയിൻ ലിസ്റ്റിൽ 365 പേരുണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് 290. അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ 215 മെയിലും 207 ഫീമെയിലും. ഇടുക്കിയിൽ 65.33 കട്ട് ഓഫ് ആയിരുന്നു. ടോട്ടൽ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാർ 375. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 309. അവിടെ ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയിൽ 259ഉം ഫീമെയിൽ 249ഉം. മലപ്പുറത്തോട്ട് പോകുമ്പോൾ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു. 71.67 കട്ട് ഓഫ് ഉണ്ടായിരുന്നു. ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ 689 പേര്. ടോട്ടൽ അഡ്വൈസ് 516. ഓപ്പൺ കോമ്പറ്റീഷനിൽ 443 മെയിലും 426 ഫീമെയിലും. കണ്ണൂരിൽ പോകുമ്പോൾ കണ്ണൂരിൽ 72.67 കട്ട് ഓഫ് ഉണ്ടായിരുന്നു, കൂടുതലായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 565 പേര്. ടോട്ടൽ അഡ്വൈസ് 457. ഓപ്പൺ കോമ്പറ്റീഷനിൽ 370 മെയിലും 369 ഫീമെയിലും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ താരതമ്യേന മലപ്പുറം, കണ്ണൂരും കുറച്ച് ആൾക്കാരുടെ എണ്ണം കൂടുതലുമാണ്, അഡ്വൈസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, പത്തനംതിട്ട, ഇടുക്കിയിൽ കട്ട് ഓഫ് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ ടോട്ടൽ അഡ്വൈസും കുറവാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓരോ നമ്മളെ ഈ 4 ജില്ലയിലെയും അഡ്വൈസിൻ്റെ സ്ഥിതി. പേസി പ്രൊഫഷണൽ ആൻസർ കീ ഇട്ടിട്ടില്ല. അപ്പം പ്രൊഫഷണൽ ആൻസർ കീ ഇടട്ടെ. പിന്നെ മെയിൻ ആൻസർ കീ ഇടുമ്പോഴത്തേന് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് വ്യത്യാസം സംഭവിക്കും. അതുകൂടെ കണക്ക് കൂട്ടിയിട്ട് അതിന് ഈ സേഫ് മാർക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വ്യത്യാസം സംഭവിക്കാം. ഓക്കെ, ഇപ്പം ഇതൊരു കട്ട് ഓഫ് ആയിട്ടാരും കണക്കാക്കരുത്. കട്ട് ഓഫ് ഞാൻ എന്നും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കട്ട് ഓഫ് പറയാൻ ആർക്കും പറ്റില്ല. ഇത് ഏകദേശം ഒരു റേഞ്ച്, ഒരു എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.